ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണത്. സോ വെൽക്കം ടു ദ ബ്ലോഗ് ഗൈസ്. ZX ഓപ്ഷണൽ എന്ന വേരിയൻ്റാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യണത്. ZX ഓപ്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ സീറ്റ്സാണ് വന്നത്. ടൊയോട്ടയുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റീസെയിൽ വാല്യൂ തന്നെയാണ് ഗൈസ്. ഈ വണ്ടി തന്നെ ഇഷ്ടംപോലെ വിറ്റ് പോയിട്ടുണ്ട്. എറണാകുളത്തും പല സിറ്റിയിലും എല്ലായിടത്തും ഭയങ്കരമായിട്ട് വിറ്റുപോയ ഒരു വണ്ടി തന്നെയാണിത്. ക്രോം ഫിനിഷ് എല്ലാം ഫ്രണ്ടിൽ നല്ല ഭംഗി തന്നെയാണ് കാണാനായിട്ട്. LED DRLസും LED ലൈറ്റ്സും എല്ലാം ടൊയോട്ട തന്നെ കൊടുത്തിട്ടുണ്ട്. 225/50 R18 അലോയ് വീൽസാണ് വരുന്നത്. 360 ഡിഗ്രി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ORVMസിൽ നമുക്ക് കാണാൻ പറ്റും. .7 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത്. 1.8 മീറ്ററാണ് വിഡ്ത്ത്. 1.7 മീറ്ററാണ് ഹൈറ്റ്. ബാക്ക് സൈഡും ടൊയോട്ട ഹൈക്രോസിൻ്റെ കാണാൻ നല്ല ഭംഗി തന്നെയാണ്. സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റെയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിനെയാണ് ഇപ്പോൾ കാണുന്നത്. സൈഡിൽ നിന്നും കാണാൻ നല്ല ഭംഗി തന്നെയാണ്. നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള വെഹിക്കിൾ തന്നെയാണ് ടൊയോട്ട ഇന്നോവ ഹൈക്രോസ്. നമുക്ക് ഫ്രണ്ട് ഡോർ ഒന്ന് തുറന്നു നോക്കാം. ഫ്രണ്ട് പാസഞ്ചർ സീറ്റ് മാനുവലാണ്. പവർ വിൻഡോസ് വന്നിട്ടുണ്ട് ഡോർ സൈഡിൽ. നമുക്ക് ഫ്രണ്ട് ഡോർസ് ഒന്ന് തുറന്ന് നോക്കാം. ഇൻറ്റീരിയേഴ്സ് മൊത്തം പിന്നെ കാണിച്ചു തരാം. പവർ സീറ്റ്സാണ് വരുന്നത്. മെമ്മറി നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും. JBLൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. 4 പവർ വിൻഡോസും ഓട്ടോമാറ്റിക് ORVMസും എല്ലാം വരുന്നുണ്ട്. വാട്ടർ ബോട്ടിൽ ഹോൾഡേഴ്സും വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിലെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് നോക്കാം. നല്ല ഡിസ്പ്ലേ തന്നെയാണ് ടൊയോട്ട കൊടുത്തേക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, റേഡിയോ, 360 ഡിഗ്രി ക്യാമറ എന്നുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. EV മോഡ്, ഡ്രൈവ് മോഡ് എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം. നല്ലൊരു വലിയ ആർമറെസ്റ്റ് നടുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് സേഫായിട്ട് വെക്കാൻ പറ്റും. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്. വോയിസ് കമാൻഡ് വരുന്നുണ്ട്. 9 സ്പീക്കേഴ്സാണ് ഹൈക്രോസിനുള്ളത്. 10.1 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. വോയിസ് കമാൻഡും വരുന്നുണ്ട്. ബ്ലൂടൂത്ത് ഫോൺ ആൻഡ് ഓഡിയോ സ്ട്രീമിങ്ങും വരുന്നുണ്ട്. ഓട്ടോ ഡിമിങ് മിറേഴ്സും വരുന്നുണ്ട്. നമുക്ക് ഗ്ലൗ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് ഗ്ലൗ ബോക്സ് തന്നെയാണ്. ഒരു USB പോർട്ടും അതിൻ്റെ മേളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സൺറൂഫ് ഒന്ന് തുറന്നു നോക്കാം. പാനറോമിക് സൺറൂഫാണ്. നല്ല വലിയ സൺറൂഫ് തന്നെയാണ് ഹൈക്രോസിന് ടൊയോട്ട നൽകിയേക്കുന്നത്.
സൺറൂഫ് നമുക്ക് ക്ലോസ് ചെയ്യാം. നമുക്ക് ബാക്കിലെ ഡോറൊന്ന് തുറന്ന് നോക്കാം. സൺ ബ്ലൈൻഡ്സ് ബാക്കിലെ ഡോറിൽ വരുന്നുണ്ട്. ക്രോം ഡോർ ഹാൻഡിൽസ് ആണ്. പവർ വിൻഡോസ് വരുന്നുണ്ട്. വാട്ടർ ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ബാക്ക് സീറ്റ്സും പവറാണ്. നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും എല്ലാം നമുക്ക് മൂവ് ചെയ്യാം. ബാക്ക് സൈഡിൽ നല്ല ലെഗ് റൂമും ഹെഡ് റൂമും കൊടുത്തിട്ടുണ്ട്. ലെഗ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. AC ബാക്ക് സൈഡിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാം. 2 USB പോർട്ട്സും ഉണ്ട്. ഫ്രണ്ട് സീറ്റിൻ്റെ ബാക്കിൽ കവേഴ്സ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വെക്കണമെങ്കിൽ. AC വെൻസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. B പില്ലറിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ C പില്ലറിലും AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെഗ് റൂമും ഹെഡ് റൂമും ബാക്ക് സീറ്റിലും ഉണ്ട്. സൈഡ് ഡോർസിൽ എല്ലാം AC വെൻസ് കൊടുത്തിട്ടുണ്ട്. ക്രോം ഫിനിഷും ലെതർ ഫിനിഷും ആയിട്ട് നല്ല ഭംഗി തന്നെയാണ് കാണാനായിട്ട്. 184 bhp ആണ് ടോട്ടൽ പവർ. 188 ന്യൂട്ടൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് വരുന്നത്. ആമറോണിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. ഫ്രണ്ട് ലൈറ്റ്സ് ഓൺ ചെയ്തിട്ടേക്കാണ്. നല്ല ഭംഗി തന്നെയാണ് കാണാനായിട്ട്. ഫ്രണ്ട് DRLസും ഫ്രണ്ട് LED ലൈറ്റ്സും. ഇതാണ് ബാക്ക് ലൈറ്റ്സ് വരുന്നത്. ഇപ്പോൾ ലൈറ്റ് ഓൺ ചെയ്തിട്ടൊക്കെയാണ്. LED ലൈറ്റ്സ് തന്നെയാണ് ബാക്കിലും വരുന്നത്. നമുക്ക് ബാക്കിലെ ബൂട്ടൊന്ന് തുറന്നു നോക്കാം. ഓട്ടോമാറ്റിക്കലി തന്നെ ബൂട്ട് തുറയും. അത്യാവശ്യം നല്ല സ്പേസ് തന്നെയാണ് ബൂട്ടിലും. 3rd റോ സീറ്റ്സിൻ്റെ ഒരു ഹെഡ് റെസ്റ്റ് സൈഡിൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴത്ത് നമുക്ക് ടൂൾ കിറ്റ്സും സ്പെയർ ജാക്കി എല്ലാം കാണാൻ പറ്റും. വണ്ടിയുടെ താഴത്താണ് ടയർ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഒരു സ്വിച്ചിൽ തന്നെ നമുക്ക് ബൂട്ട് ക്ലോസ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.